ഹായ് കൂട്ടുകാരെ, 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നാം നോക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഏകോദര സോദരർ നാം എന്നാണ്. ഏകോദര സോദരർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ച സഹോദരരാണ് നാം എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കാദ്യം പ്രവേശകം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക. ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റ് ഭാഗങ്ങളിലേക്കും വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തിയുള്ളതുമാവണം ഒരു മാതൃകാ സമൂഹം. ഒരു സമൂഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സമൂഹം എന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കണം. അതുപോലെ സമൂഹത്തിൽ ഒരു ഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ചാനലുകൾ ഉള്ളതും അതുപോലെ ചലനശക്തിയുള്ളതുമായിരിക്കണം ഒരു സമൂഹം എന്നാണ് ബി.ആർ. അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിഭാവനം ചെയ്ത സമൂഹം യാഥാർത്ഥ്യമാക്കുന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനിയും നാം ഏറ്റെടുക്കേണ്ടത് ചർച്ച ചെയ്യുക. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നാം ഏറ്റെടുക്കേണ്ടത്? നമ്മുടെ സമൂഹത്തിൽ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവ പുലരുന്നുണ്ടോ എന്ന് നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള നല്ല ചിന്തകൾ ഉണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. ഇനി നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും അത്തരം ചിന്തകൾ വ്യാപിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുകയും വേണം. നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം നോക്കാം. വിഷുക്കണി എന്ന കവിതയാണ് ആദ്യമായി തന്നിരിക്കുന്നത്. വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ വിട എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് വിഷുക്കണി. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ മലയാള സാഹിത്യത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയ കവിയാണ്. അദ്ദേഹത്തിൻ്റെ മാമ്പഴം എന്ന കവിത വളരെയധികം പ്രസിദ്ധമാണ്. അതുപോലെ മകരക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത് എന്നീ കവിതകളും പ്രസിദ്ധങ്ങളാണ്. അതിൽ വിട എന്ന സമാഹാരത്തിലെ കവിതയാണ് വിഷുക്കണി. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം നോക്കാം. ഒരു വിഷുക്കാലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കവി ഈ കവിത എഴുതിയിരിക്കുന്നത്. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ, കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ട. തായതൻ വിരൽത്തുമ്പിൽ പിടിച്ചേൻ, പരിചിതമായ നൽ തറയൂടെ നടന്നേൻ മന്ദം മന്ദം. കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിയിടിലും, പെട്ടെന്നെന്ത് കഷ്ടമാണെന്നറിയാതവ തുറന്നുപോയി. കവിയുടെ കുട്ടിക്കാലത്തെ ഒരു വിഷുക്കണിയാണ് ഇവിടുത്തെ പശ്ചാത്തലം. ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയായ കവിയെ അമ്മ വന്ന് തൊട്ടുണർത്തുകയാണ്. വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്മ എന്ത് ചെയ്യാണ്? ഓതുന്നു. ഓതുക എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുകയാണ്, മകനെ നീ എന്ത് ചെയ്യൂ? കണ്ണ് തുറക്കാതെ കണി കാണുവാനായി വരാനായിട്ട് പറഞ്ഞ് വിളിക്കുന്നു. തായതൻ വിരൽത്തുമ്പിൽ പിടിച്ചേൻ, പരിചിതമായ നൽ തറയൂടെ നടന്നേൻ മന്ദം മന്ദം. തായ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ. അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഏറെ പരിചിതമായ ആ വീട്ടിലെ തറയിലൂടെ കവി എന്ത് ചെയ്യുക? പതിയെ പതിയെ നടക്കുകയാണ്. കണ്ണുകൾ ഇറക്കി ഞാൻ അടച്ചിയിടിലും, പെട്ടെന്നെന്ത് കഷ്ടമാണെന്നറിയാതവ തുറന്നുപോയി. അപ്പോൾ കണി കാണാൻ ചെല്ലുമ്പം കണിക്ക് മുന്നിൽ ചെല്ലുമ്പോഴല്ലേ നമ്മൾ കണ്ണുകൾ തുറക്കുന്നത്. അപ്പോൾ അതുപോലെ കവിയും എന്താണ്? കണിയുടെ അടുത്തെത്തുന്നിടം വരെ കണ്ണുകൾ അടച്ചു തന്നെ പിടിക്കണം എന്ന് കരുതിയാണ് നടന്നത്. പക്ഷേ കുറച്ച് നടന്നപ്പോൾ എന്ത് ചെയ്തു? അറിയാതെ കണ്ണുകളവ തുറന്നുപോയി. കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിനങ്ങേപ്പുറം. കണ്ണടച്ചു ഞാൻ നീങ്ങി കൺതുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും. അപ്പോൾ അറിയാതെ കണ്ണ് തുറന്നപ്പോൾ കവി എന്താണ് കാണുന്നത്? കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിനങ്ങേപ്പുറം. അതായത് ചുറ്റും എന്താണ്? കൂരിരുളാണ്. അവിടെ എങ്ങും എന്ത് കാണാനില്ല? ഒരു വെട്ടം പോലും കാണാനില്ല. ഗ്രാമത്തിലെ കൂരകളെല്ലാം ആ ഇരുട്ടിൽ മയങ്ങുന്നതാണ് കുട്ടി കാണുന്നത്. കണ്ണടച്ചു ഞാൻ നീങ്ങി കൺതുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. അറിയാതെ കണ്ണ് തുറന്നു പോയപ്പോൾ ഈ ഇരുട്ടല് തൻ്റെ വീടിന് ചുറ്റുമുള്ള മറ്റ് വീടുകളെല്ലാം ഇരുട്ടിൽ കിടക്കുന്നത് കണ്ടിട്ട് വീണ്ടും എന്താണ്? കണ്ണടച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ടേക്ക് പോയിട്ട് കണി ഒരുക്കിയതിൻ്റെ മുന്നിൽ ചെന്ന് കണ്ണു തുറന്ന് എന്ത് കണ്ടു? കണി കണ്ടു. കണ്ണിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ വലിയൊരു ശില്പമുണ്ട്. പിന്നെന്തുണ്ട്? വെള്ളി പോൽ വിളങ്ങുന്നൊരോട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും. അപ്പോൾ കണി വെക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെക്കുമല്ലോ. അപ്പോൾ ഐശ്വര്യദേവതയുടെ ഒരു ശില്പമുണ്ട്. അത് കൂടാതെ അവിടെ എന്തുണ്ട്? വെള്ളി പോൽ വിളങ്ങുന്ന ഒരു ഓട്ടുരുളിയുണ്ട്. ഓട്ടുരുളിക്കുള്ളിൽ എന്തുണ്ട്? കണി വെള്ളരിക്കയുണ്ട്, തേങ്ങാമുറികളുണ്ട്, തിരികൾ വെച്ചിട്ടുണ്ട്. ഓട്ടുരുളി എന്ന് പറഞ്ഞാൽ ഓടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഹമാണ് കേട്ടോ. ഓടുകൊണ്ടുണ്ടാക്കിയ ഉരുളിക്കാണ് ഓട്ടുരുളി എന്ന് പറയുന്നത്. ഇവയൊക്കെ ഉണ്ട്. പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം.
കൊന്നയും പൊന്നും ചാർത്തി ചിരിക്കും മഹാലക്ഷ്മി, തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും. കൊന്നപ്പൂക്കളുണ്ട്, പൊന്നുണ്ട്, സ്വർണം വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ചാർത്തി മനോഹരമായിട്ടിരിക്കുന്ന മഹാലക്ഷ്മിയുടെ വിഗ്രഹമുണ്ട്. അതുകൂടാതെ എന്ത് വെച്ചിട്ടുണ്ട്? കണ്ണാടി വെച്ചിട്ടുണ്ട്, ഞൊറിഞ്ഞ കരമുണ്ട് വെച്ചിട്ടുണ്ട്. അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങ് ചമയ്ക്കുവാൻ അമ്മയ്ക്ക് വശം പണ്ടേ. അരിയുണ്ട്, കുങ്കുമച്ചെപ്പുണ്ട്, ഇതൊക്കെ വെച്ച് ഐശ്വര്യ മഹാറാണിക്ക്, ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിക്ക് അരങ്ങ് ചമയ്ക്കുവാൻ അമ്മയ്ക്ക് എന്തുണ്ട്? വശം പണ്ടേ. അതായത് അമ്മയ്ക്ക് ഇതിൽ നല്ല കഴിവാണ്, കണിയൊരുക്കാൻ അമ്മയ്ക്ക് നല്ല കഴിവുണ്ട്. അത്രയും മനോഹരമായിട്ട് അമ്മ എന്ത് ചെയ്യാറുണ്ട്? പണ്ട് തൊട്ടേ കണിയൊരുക്കാറുണ്ട്. അതുപോലെ ഇത്തവണയും അമ്മ വളരെ മനോഹരമായി എന്ത് ചെയ്തിരിക്കുന്നു? കണിയൊരുക്കി വെച്ചിരിക്കുന്നു. കണി കണ്ടു ഞാൻ, പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ, അനുജത്തിമാർ കാൺകെ പൂത്തിരി കത്തിച്ചു ഞാൻ. ഞാൻ എന്ത് ചെയ്തു? കണി കണ്ടു, അതിനുശേഷം കൈനീട്ടവും വാങ്ങി, പിന്നെന്താണ്? പൂത്തിരിയൊക്കെ കത്തിച്ച് വിഷു ഞാൻ ആഘോഷിച്ചു. അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ, തിങ്ങിടും ഇരുട്ടിലാണെൻ കരൾ അന്നേരത്തും. എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലെൻ ചെങ്ങാതി മാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അപ്പോൾ എന്താണ്? അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. അപ്പോൾ വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കവിയുടെ വീടിൻ്റെ അടുത്തും ദൂരെയൊക്കെ എന്ത് ചെയ്യുകയാണ്? പടക്കമൊക്കെ പൊട്ടിച്ച് ആർക്കലും തിമിർക്കലും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? നാടിനെ മുഴുവൻ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ, തിങ്ങിടും ഇരുട്ടിലാണൻ കരൾ അന്നേരത്തും. അപ്പോൾ ഇത്രയും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴും കവിക്ക് എന്ത് തോന്നുന്നില്ല? സന്തോഷം തോന്നുന്നില്ല. കാരണം എന്താണ്? ഇനി കണ് കാണും മുൻപ് കണ്ണ് തുറന്നിട്ടാണോ ആ സന്തോഷം വരാത്തേ എന്ന് അറിയത്തില്ല. കാരണം വിഷുവിന് കണ്ട കണിയല്ലല്ലോ ആദ്യം കണ്ടത്, ഇരുട്ടല്ലേ കണ്ടത്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. കവിയുടെ മനസ്സിപ്പോഴും എവിടെ തന്നെ നിൽക്കുകയാണ്? ആദ്യം കണ്ണ് തുറന്നപ്പോൾ കണ്ട ആ ഇരുട്ടിലാണ് നിൽക്കുന്നത്. എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചെങ്ങാതിമാർ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അതായത് ചുറ്റും എവിടെയെങ്കിലും വെട്ടമുണ്ടോ എന്ന് കവി നോക്കുകയാണ്. അതായത് എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ, ചെങ്ങാതിമാരാരാണ്? സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ വീട് ഇപ്പോഴും എന്തിൽ തന്നെ ഇരിക്കുകയാണ്? ഇരുട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുട്ടൊരു പ്രതീകം കൂടിയാണ്. അതായത് അവർക്ക് അവിടെ വിശ്വാഘോഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീടുകളിൽ വെളിച്ചം കാണില്ലേ? പക്ഷെ അവിടെ വെളിച്ചമില്ലല്ലേ? അവിടെ വെളിച്ചമില്ലാതെ ഇരുട്ടാവുമ്പോൾ എന്താണ്? അവിടെ സന്തോഷമില്ല, ആഘോഷമില്ല, ആഹ്ലാദമില്ല, അല്ലേ? അപ്പോൾ അവിടെ എന്തുകൊണ്ടായിരിക്കും അവിടെ ആഹ്ലാദവും സന്തോഷവും ആഘോഷവും ഒന്നും ഇല്ലാത്തത്? അവരുടെ സമ്പത്തിലുള്ള കുറവായിരിക്കും, അല്ലെ? അവർ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരായിരിക്കും. അവർക്ക് വിഷുക്കണി ഒരുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അവർ ആഘോഷിക്കുന്നില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിലിത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്തുവെച്ച് ഐശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. നീയുദാരതയുടെ പര്യായം വിയർപ്പുനീരാഴിയിൽ പിറനൃതി മഴപോൽ വർഷിക്കുമ്പോൾ. അർത്ഥം നോക്കാം. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിൽ ഇത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്തുവെച്ച് ഐശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലേ ഞങ്ങൾ. അപ്പോൾ അല്ലയോ ദേവതയെ, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണോ? തരം താഴ്ത്തുകയാണോ? എങ്ങനെയാ ചോദിക്കുന്നത്? ക്ലാവിഴും വാൽക്കണ്ണാടി. ക്ലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മൾ നിലവിളക്കിലൊക്കെ കാണാറില്ലേ? കുറേ കാലപ്പഴക്കം വരുമ്പോൾ അതിനകത്ത് പച്ച നിറത്തിലുള്ളൊരു കറ പോലെ വരാറുണ്ടല്ലേ? അതിനെയാണ് ക്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷുവിന് മാത്രം കണിയൊരുക്കാൻ മാത്രമാണ് ഈ വാൽക്കണ്ണാടിയൊക്കെ എടുക്കുന്നതല്ലേ? അപ്പോൾ ഈ വാൽക്കണ്ണാടിയൊക്കെ വെച്ച് ഐശ്വര്യത്തിൻ്റെ ദേവതയെ നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണോ? തരം താഴ്ത്തുകയാണോ? എങ്ങനെ? നിന്നെ ഞങ്ങൾ ഈ തറവാട്ടിൻ്റെ കെട്ടിനുള്ളിൽ ഈ കണിയുരുളിയുടെ ചുറ്റും പിന്നെ ഞങ്ങളുടെ കുറച്ച് പേരുടെ മനസ്സിലും മാത്രം നിന്നെ ഒതുക്കി വെച്ചുകൊണ്ട് നിന്നെ ഞങ്ങൾ തരം താഴ്ത്തുകയാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്? നീ ഉദാരതയുടെ പര്യായം വിയർപ്പുനീരാഴിയിൽ പിറനൃതി മഴ പോൽ വർഷിക്കുമ്പോൾ. നീ എന്താണ്? ഉദാരതയുടെ, ദാനശീലതയുടെ പര്യായമാണ് ആര്? നീ എന്ന് പറയുന്നത്. അതുപോലെ വിയർപ്പിന്റെ സമുദ്രത്തിൽ നിന്ന് പിറന്ന് നീ എന്ത് വർഷിക്കുന്നവളാണ്? ഋദ്ധി. ഋദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം. അപ്പോൾ വിയർപ്പിൽ നിന്ന് പിറന്ന് നീ എന്ത് ചെയ്യുന്നവളാണ്? ഐശ്വര്യത്തെ മഴ പോലെ വർഷിക്കുന്നവളാണ് നീ. അപ്പോൾ അങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണോ? ഈ ചെറിയ ഒരു ഉരുളിയുടെ ചുറ്റും അല്ലെങ്കിൽ ഈ കുറച്ച് ആളുകളുടെ മനസ്സിൽ മാത്രം നിന്നെ ഒതുക്കി വെച്ചുകൊണ്ട് നിന്നെ തരം താഴ്ത്തുകയാണോ എന്നാണ് കവി ചോദിക്കുന്നത്. നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്ത് തീയരി വെയിലിൽ കായ്കനി തൂങ്ങും കൊമ്പിൽ ഊയലാടിയും പുന്നൽ പായകളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിയിടും. അപ്പോൾ എന്താ ചോദിക്കുന്നത്? നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്ത് തീയരി വെയിലിൽ കായ്കനി തൂങ്ങും കൊമ്പിൽ ഊയലാടിയും പുന്നൽ പായകളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. നീ എങ്ങനെയുള്ളവളാണ്? നീ
കരിമണ്ണിൻ കൊടിയാണല്ലേ, കറുത്ത മണ്ണിൻ്റെ പെൺകൊടിയാണ് നീ. അല്ലെങ്കിൽ അവിടെ നിന്ന് ഉയർന്നു വരുന്ന കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു. അതായത് കറുത്ത മണ്ണിൽ നീ വിയർപ്പൊഴുക്കുന്ന, കർഷകർ വിയർപ്പൊഴുക്കുന്ന മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന കണിക്കൊന്നയുടെ സ്വർണ്ണ പൂക്കളുടെ നീരരുവിയിൽ സ്നാനം ചെയ്യുന്നവളാണ് നീ. അതായത് സമൃദ്ധി അല്ലേ, എവിടെ സമൃദ്ധിയുണ്ടോ അവിടെ ഐശ്വര്യദേവത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കണിക്കൊന്ന പൂ അല്ലെങ്കിൽ കണിക്കൊന്ന മരം എവിടെയാണ്? മണ്ണിലാണ് വളർന്നു വരുന്നത്. ആ മണ്ണിൽ വളർന്നു വരുന്ന കണിക്കൊന്നയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? ഐശ്വര്യത്തിൻ്റെ ഒരു സൂചനയാണല്ലേ. അപ്പോൾ എന്താണ്, സ്വർണ്ണ പൂക്കളുടെ ഇടയിൽ സ്നാനം ചെയ്യുന്നവളാണ് നീ. അതുപോലെ നീ എങ്ങനെയുള്ളവളാണ്? തീയരി വെയിലിൽ കായ്കനി തൂങ്ങും കൊമ്പിൽ ഊയലാടിയും. എന്നാണ്? പൊരി വെയിലിൽ എന്താണ്? കായ്കനികൾ, ഫലങ്ങൾ തൂങ്ങിക്കിടക്കുന്ന മരങ്ങളുടെ കൊമ്പുകളിൽ ഊഞ്ഞാലാടുന്നവളാണ് നീ. പുന്നൽ പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. പിന്നെ നീ എങ്ങനെയുള്ളവളാണ്? പുന്നൽ പായ്കൾ, അതായത് പുന്നലുണക്കാൻ, പുതിയ നെല്ലുണക്കാനായി ഇടുന്ന പായ്കളിൽ നൃത്തം ചെയ്യുന്നവളാണ് നീ. അങ്ങനെയുള്ള പുണ്യമാണ് നീ. അങ്ങനെയുള്ള നീ എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലേ തുറക്കുന്ന കൺകളെ തഴുകിയിടും. അങ്ങനെയുള്ള നീ എങ്ങനെയാണ് ഈ ചെറുവട്ടത്തിൽ, ചെറുവട്ടം എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ പ്രദേശം, അതായത് പറഞ്ഞല്ലോ നിന്നെ ഈ കണി ഒരുക്കി വെക്കുന്ന ഈ വീടിൻ്റെ ഒരു ചെറിയ മൂലയിൽ അല്ലെങ്കിൽ ഓട്ടുരുളിക്കുള്ളിൽ ഈ കുറച്ച് ആളുകളുടെ ഉള്ളിൽ നിന്നെ ഒതുക്കി വെക്കുകയാണോ എന്ന് കവി ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നീ എങ്ങനെയാണ് ഈ ഒരു ചെറിയ വട്ടത്തിൽ, ഈ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നത്? ഒതുങ്ങിക്കൂടുന്നത്. എങ്ങനെയുള്ള കണ്ണുകൾ പൂട്ടി നിന്നെ തന്നെ തുറന്നു നോക്കുന്ന ഈ കണ്ണുകൾ ുള്ളിൽ നീ എങ്ങനെയാണ് ഒതുങ്ങിക്കൂടുന്നത് എന്ന് കവി ചോദിക്കുന്നു. ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ ദരിദ്രർക്കേകം പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ. പിന്നെയും ഐശ്വര്യദേവതയോട് ചോദിക്കുകയാണ്, എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നീ ഒതുങ്ങിക്കൂടുന്നത്? ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ, അതായത് ഈ വിഷുക്കണി ഒരുക്കിയ വീടുകളിലെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൂത്തിരിയൊക്കെ കത്തിച്ച് സന്തോഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവർ എന്താണ്, പൈസ ഉള്ളത് കൊണ്ട് പൂത്തിരിയൊക്കെ വാങ്ങി കത്തിച്ച് അവരെന്താണ്, ആഘോഷിക്കുകയാണ്. അതേസമയം കണി ഒരുക്കാൻ പോലും സമ്പത്തില്ലാത്ത ഭൂരിഭാഗം ആളുകളും എന്താണ്, ഇരുട്ടിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? പൂത്തിരിയുടെ വെളിച്ചത്തിൽ ഇവർ സന്തോഷം കണ്ടെത്തുന്നത്. പിന്നെന്താണ്? ദരിദ്രർക്കേകം പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ. ദരിദ്രരായ ആളുകൾ എന്ത് ചെയ്യുക? അവരുടെ മുതലാളിമാരുടെ വീടുകളിൽ വിഷുവിൻ്റെ അന്നെത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഇവർക്കെല്ലാം ഒരു വെള്ളിക്കാശ് കൊടുക്കും. അത് എന്തുപോലെയാണ്? പിച്ചക്കാശ് കൊടുക്കുന്നത് പോലെയാണ് ഈ കാശ് കൊടുക്കുന്നത്. ഇത് അവർ കൈനീട്ടമായി കണ്ട് ദരിദ്രർ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നീ എങ്ങനെയാണ് ഒതുങ്ങിക്കൂടുന്നത് എന്നാണ് ചോദിക്കുന്നത്. എൻമനം കൊതിക്കയാം ചളിയിൽ സരോരൂഹ പൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. കണി കാൺമതിൻ മുൻപേ കൺ തുറന്നിട്ടാവാം ഞാനിനിയാ പുലർക്കാലം വരെയും അസംതൃപ്തൻ. പക്ഷേ കവി എന്ത് ചെയ്യുകയാണ്? കവി തൻ്റെ ആവശ്യം ദേവിയോട് പറയുകയാണ്. എൻമനം കൊതിക്കയാം ചളിയിൽ സരോരൂഹ പൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. അല്ലയോ ദേവി, നീ എന്ത് ചെയ്യുമോ? എൻ്റെ മനസ്സ് കൊതിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആ കാര്യം നീ ചെയ്യുമോ? എന്താണ് മനസ്സ് കൊതിക്കുന്നത്? ചെളിയിൽ എങ്ങനെയാണോ സരോരൂഹ പൊന്മലരുകൾ വിരിയുന്നത്, എങ്ങനെയാണോ ചെളിയിൽ വളരെ മനോഹരമായ താമരപ്പൂക്കൾ വിരിയുന്നത്, അതുപോലെ ഈ കാണുന്ന ഇരുൾപ്പരപ്പിൽ, ഇരുൾ നിറഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് എന്ത് ചെയ്യുമോ? ഈ വീടുകളിലെല്ലാം നീ കണി വയ്ക്കാമോ? അവിടെയെല്ലാം നീ ചെന്ന് അവരുടെ മുന്നിൽ പോയി വിളയാടുമോ? അങ്ങനെ എല്ലാവർക്കും നീ കണി കാണിച്ചു നൽകുമോ എന്ന് ദേവിയോട് ചോദിക്കുന്നു. എല്ലാ വീടുകളിലെയും ഇരുട്ടിനെ മാറ്റിയിട്ട് അവിടെ വെളിച്ചം എത്തിക്കാമോ എന്നാണ് കവി ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ദാരിദ്ര്യത്തിലും വേദനയിലും കഴിയുന്ന വീടുകളിൽ അവയെല്ലാം മാറ്റി ഇതുപോലെ കവിയുടെ വീട്ടിൽ എങ്ങനെയാണോ സന്തോഷവും ആഹ്ലാദവും ഉള്ളത്, അത് തൻ്റെ കൂട്ടുകാരുടെ വീട്ടിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന എല്ലാ വീടുകളിലും എത്തിക്കാമോ? അവിടെയെല്ലാം വെളിച്ചം നിറയ്ക്കാമോ എന്നാണ് കവി ദേവിയോട് ചോദിക്കുന്നത്. കാരണം എന്താണ്? കണി കാൺമതിന് മുൻപേ കൺ തുറന്നിട്ടാവാം ഞാനിനിയാ പുലർക്കാലം വരെയും അസംതൃപ്തൻ. കണി കാണുന്നതിന് മുൻപേ ഞാൻ കണ്ണ് തുറന്ന് ആ ഇരുട്ടിനെ കണ്ടതുകൊണ്ടാകാം ഇനി എങ്ങനെയുള്ള പുലർക്കാലം എനിക്ക് കാണണം. ഞാൻ അറിയാതെ കണ്ണ് തുറക്കുമ്പോൾ എല്ലാ വീടുകളിലും വെളിച്ചമുള്ള, എല്ലാ വീടുകളും സന്തോഷിക്കുന്ന ആ പുലർക്കാലം എനിക്ക് കാണണം. അതുവരെയും ഞാൻ സംതൃപ്തിയില്ലാത്തവനാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ കവിയുടെ ആഗ്രഹം എന്താണ്? ഇപ്പോൾ ഇരുട്ടുള്ള എല്ലാ വീടുകളും വെളിച്ചത്തിലേക്ക് വരണം. അതിൻ്റെ അർത്ഥം ഇരുട്ട് എന്നുള്ളത് ദാരിദ്ര്യമാണല്ലേ, അല്ലെങ്കിൽ വേദനയാണ്. അത് മാറ്റിയിട്ട് എന്താണ്, സന്തോഷവും ആഹ്ലാദവും ഒക്കെ ആകുന്ന പ്രകാശം എന്ത് ചെയ്യണം? അവിടേക്ക് എത്തിച്ചേരണം. അതിന് ദേവി തന്നെ സഹായിക്കുമോ എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ കവിയുടെ ഉള്ളിൽ തോന്നിയൊരു വേദന, അല്ലെങ്കിൽ കവിക്ക് ഒരു മാറ്റം വരണം എന്ന് തോന്നിയൊരു കാര്യമാണ് കവി എന്ത് ചെയ്തിരിക്കുന്നത്? വിഷുക്കണി എന്ന ഈ കവിതയിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം.
കവിതയ്ക്ക് അനുയോജ്യമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കുക. അത് കൂട്ടുകാരെല്ലാവരും ചേർന്ന് അവതരിപ്പിച്ച് നോക്കുക. അടുത്ത ചോദ്യം നോക്കൂ. എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ? ചെറുവട്ടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്? വിശകലനം ചെയ്യുക. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് വിഷുക്കണി. ഐശ്വര്യദേവതയെക്കുറിച്ചുള്ള സങ്കല്പം സമൂഹത്തിലെ എല്ലാവരുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ വലിപ്പ ചെറുപ്പങ്ങൾ ഒന്നും തന്നെയില്ല. ആ സങ്കല്പം ഇടത്തരക്കാരോ മേലാളന്മാരോ ആയ കുറച്ചാളുകളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളതാണ് എങ്ങനെ ഒതുങ്ങും നീ ഈ ചെറുവട്ടത്തിൽ എന്ന വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത്. വിഷുക്കണി ഒരുക്കുമ്പോൾ ഐശ്വര്യദേവത അവിടെ ഉണ്ടാകുമെന്നാണ് സങ്കല്പം. എന്നാൽ ഈയൊരു ചെറിയ സ്ഥലത്ത് മാത്രം ഐശ്വര്യദേവതയെ പിടിച്ചു നിർത്തുന്നു എന്ന് കരുതുന്നത് ഐശ്വര്യദേവതയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് കവി കരുതുന്നു. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും വിയർപ്പാകുന്ന സമുദ്രത്തിൽ നിന്ന് പിറക്കുകയും കരിമണ്ണിന്റെ കൊടിയടയാളമായി പിറന്ന കണിക്കൊന്നയുടെ സ്വർണ്ണ പൂക്കളാകുന്ന നീരുറവയിൽ നീരാടുകയും ചെയ്യുന്ന ഐശ്വര്യദേവതയ്ക്ക് എല്ലാവരും സമന്മാരാണ്. അത്തരത്തിലൊരു ദേവതയ്ക്ക് ഈ ചെറു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയുമോ എന്ന് കവി സംശയിക്കുന്നു. ചെറുവട്ടം എന്ന പദത്തിന് ചെറിയ സ്ഥലം എന്നാണ് അർത്ഥം. ഇനി അടുത്ത ചോദ്യം നോക്കാം. എങ്ങാനമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചെങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ വിഷുക്കണി. വീടെന്ന് പറഞ്ഞുകൂടാ, ചാളയാണ്. ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും. ലോകമൊരു ഇരുട്ടായി എന്നെ ചുറ്റിവരിയും. വയറുകാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞിപാത്രത്തിൽ തരില്ല, മുറ്റത്ത് പോലുമല്ല, തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. എതിര് എം കുഞ്ഞാമൻ. കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞാമന്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിതയിലെ വരികളും കുഞ്ഞാമന്റെ എതിരെ എന്ന ആത്മകഥാഭാഗത്തിലെ വരികളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിഷുവിന് കണി കാണാൻ എഴുന്നേൽക്കുന്ന കവി അറിയാതെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഇരുട്ടാണ്. ജനലിനപ്പുറമുള്ള തന്റെ സുഹൃത്തുക്കളുടെ ഒന്നും കുടിലിൽ വെളിച്ചം തെളിഞ്ഞിട്ടില്ല എന്ന് കവി മനസ്സിലാക്കുന്നു. കണി കാണുമ്പോഴും പടക്കം പൊട്ടിക്കുമ്പോഴും ഒന്നും തന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ വെളിച്ചം തെളിയുന്നില്ല. കാരണം ഇത്തരത്തിൽ വിഷു ആഘോഷിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല എന്നുള്ളതാണ്. ഇരുട്ട് എന്നത് അവരുടെ ജീവിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. വേർതിരിവിന്റെയും ദാരിദ്ര്യത്തിന്റെയും അവഗണനയുടെയും ഇരുട്ടിലാണ് അവരുടെ ജീവിതം എപ്പോഴും ഉള്ളത്. അവർക്ക് ആശ്വാസത്തിന്റെ പ്രകാശം നൽകാൻ ആരുമില്ല. പുരോഗമനം നടക്കുമ്പോഴും അവരെ ആരും പരിഗണിക്കുന്നില്ല. അതിൽ കവിക്ക് വിഷമമുണ്ട്. എം കുഞ്ഞാമന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരുട്ട് വിളക്ക് നഷ്ടപ്പെടുമ്പോഴുള്ള ഇരുട്ടാണ്. ആ ഇരുട്ടും അവരുടെ ജീവിതാവസ്ഥ വെളിവാക്കുന്നു. ദാരിദ്ര്യത്തിന് തെളിവാണ് കുഞ്ഞാമൻ അനുഭവിക്കുന്ന ഇരുട്ട്. കാരണം വീട്ടിലാകെ ഒരു വിളക്ക് മാത്രമേ ഉള്ളൂ. ആ വിളക്ക് അടുക്കളയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാമൻ ഇരുട്ടിലേക്ക് പോകുന്നു. ഇവിടെയും ഇരുട്ട് അസമത്വത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമായി മാറുന്നു. വിശക്കുമ്പോൾ സമ്പന്നരെ ആശ്രയിക്കേണ്ടി വരുന്ന സമൂഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർക്ക് ഭക്ഷണം വീടിന്റെ പറമ്പിൽ എവിടെയെങ്കിലും കുഴികുത്തിയാണ് നൽകുന്നത്. അവരുടെ ജീവിതത്തിൽ ഇരുട്ട് വിതയ്ക്കുന്നവരുടെ മനസ്സിലും ഇരുട്ടാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം നോക്കാം. വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയിലെ വരികളാണിവ. കണി കാണാൻ വരുന്ന കുട്ടിയായ കവിക്ക് തന്റെ സുഹൃത്തുക്കൾ ഇരുട്ടിൽ കഴിയുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ പല വിധത്തിലുള്ള ചിന്തകൾ ഉള്ളിലുണ്ടാകുന്നു. സമ്പത്തുള്ളവന്റെ മാത്രം ദേവതയായി ഓട്ടുരുളിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവതയോട് കവി നടത്തുന്ന അഭ്യർത്ഥനയാണ് ഈ വരികൾ. എല്ലാ വീട്ടിലും കണിയൊരുക്കാൻ സാധിക്കുകയും എല്ലാ വീട്ടിലെയും ഓട്ടുരുളിയിൽ ദേവിക്ക് വിളയാടുകയും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് കവി പറയുന്നു. സമത്വത്തിന്റെ ദർശനമാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു വിഭാഗം സമ്പത്തിലും ഐശ്വര്യത്തിലും ജീവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അസമത്വത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കേണ്ടി വരുന്നത് വേദനാജനകമായ കാര്യമാണ്. ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാകണമെന്ന് കവി ആഗ്രഹിക്കുന്നു. ദരിദ്രരായവരുടെ അധ്വാനത്തിന്റെ അംശം പറ്റി എപ്പോഴും സുഖകരമായ ജീവിതം നയിക്കുന്ന സമ്പന്നരെ വിമർശിക്കുകയാണ് കവി ചെയ്യുന്നത്. ദരിദ്രർ എപ്പോഴും അസമത്വത്തിലും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലും മാത്രം ജീവിക്കുന്നു. ഈ ജീവിത രീതിയിൽ മാറ്റമുണ്ടാകണമെന്നും കവി ആഗ്രഹിക്കുന്നു. അടുത്ത ചോദ്യം. ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ്. നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഡയറിക്കുറിപ്പ് എഴുതുക. ഡയറിക്കുറിപ്പ് നിങ്ങൾ വ്യക്തിഗതമായി ചെയ്യേണ്ട പ്രവർത്തനമാണ്. അതിനുവേണ്ട ചില സൂചനകൾ തരാം.
തീയതി, ദിവസം, സമയം എന്നിവ ഉൾപ്പെടുത്താം. അതായത് ഡയറി എഴുതുന്ന ദിവസത്തെ തീയതി, ദിവസം, വേണമെങ്കിൽ ഡയറി എഴുതുന്ന സമയവും നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ എപ്പോഴും ഡയറി എഴുതുമ്പോൾ അറിയാലോ, ഒരു കോളം വരച്ച് അതിനുള്ളിലാണ് എഴുതേണ്ടതല്ലേ. നിങ്ങൾ കണ്ട ആഘോഷത്തെ പറ്റി ഡയറിയിൽ ഉൾപ്പെടുത്തണം. ആഘോഷത്തിന്റെ ഐതിഹ്യം, ചടങ്ങുകൾ, നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്താം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആശയം, ചമൽക്കാര ഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. ആധുനിക മലയാള കവിതയ്ക്ക് വളരെയേറെ സംഭാവനകൾ നൽകിയ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് വിഷുക്കണി. വിട എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ കവിത എടുത്തിരിക്കുന്നത്. മലയാളികളുടെ കാർഷിക ആഘോഷമായ വിഷുവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണ് ഈ കവിതയ്ക്കുള്ളത്. ഇടത്തരക്കാരായ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കണിയൊരുക്കാറുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതിയും ഈ കണിയൊരുക്കലിൽ വെളിവാകും. മധ്യവർഗ സമൂഹത്തിലെ അംഗമായ കവിയുടെ വീട്ടിലെ ഒരു വിഷുക്കണിയോടെയാണ് കവിത ആരംഭിക്കുന്നത്. കവിയുടെ തറവാട്ട് വീട്ടിലെ ഒരു പ്രത്യേക മുറിയിൽ കണിയൊരുക്കി വെച്ച് അമ്മ കണി കാണാനായി കണ്ണു പൊത്തിക്കൊണ്ടു പോകുന്നു. കണ്ണടച്ചു കൊണ്ടുപോകുന്ന കവി അറിയാതെ കണ്ണു തുറക്കുമ്പോൾ ചുറ്റിനും കാണുന്നത് ഇരുട്ടാണ്. തൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിലും ഇരുട്ടാണെന്ന് കവി തിരിച്ചറിയുന്നു. വീണ്ടും കണ്ണടച്ചു പോയതിനു ശേഷം കണ്ണു തുറന്ന് കവി കണി കാണുന്നു. വെള്ളിപോൽ തിളങ്ങുന്ന ഓട്ടുരുളിയും കണിവെള്ളരിക്കയും കൊന്ന പൂക്കളും വാൽക്കണ്ണാടിയും സ്വർണവും മഹാലക്ഷ്മിയുടെ വിഗ്രഹവും എല്ലാം കാണുന്നു. കൈനീട്ടം വാങ്ങിയതിനു ശേഷം പടക്കം പൊട്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ കവിയുടെ മനസ്സിൽ അപ്പോഴും കണി കാണുന്നതിന് മുൻപ് അറിയാതെ കണ്ണു തുറന്നപ്പോൾ കണ്ട ഇരുട്ടായിരുന്നു. തൻ്റെ വീടിനു ചുറ്റും താമസിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണെന്ന് കവി തിരിച്ചറിയുന്നു. ഇരുട്ട് എന്നത് ഇവിടെ ദാരിദ്ര്യത്തിൻ്റെയും അസമത്വത്തിൻ്റെയും പ്രതീകം കൂടിയായി മാറുന്നു. അവർക്ക് വിഷുവോ വിഷുക്കണി ഒരുക്കലോ ഇല്ല. അവർ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ ആണ്. ആഘോഷങ്ങളൊന്നും തന്നെ വിധിക്കപ്പെടാത്തവർ ആണ്. അവരുടെ വിഷു സമ്പന്നരുടെ വീടിന് മുൻപിൽ നിന്ന് കൈനീട്ടി പിച്ച കാശ് പോലെ വാങ്ങുന്ന നാണയങ്ങളാണ്. അവർക്ക് വിഷു എന്നാൽ ആഹ്ലാദമോ സന്തോഷമോ ഒന്നുമല്ല. ഈ അസമത്വത്തിൽ കവിക്ക് വേദന തോന്നുന്നു. ഐശ്വര്യദേവത ഒരു വിഭാഗത്തിൻ്റെ മാത്രം ദേവതയാകുന്നത് എങ്ങനെയെന്ന് കവി ചിന്തിക്കുന്നു. ഇതുവരെയും വിഷുക്കണി ഒരുക്കാൻ കഴിയാത്ത ആളുകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഐശ്വര്യദേവത എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. വിയർപ്പിന്റെ ഉപ്പിൽ നിന്നും കരിമണ്ണിന്റെ കാളിമയിൽ നിന്നും ഉയർന്നു വന്ന ഐശ്വര്യദേവതയ്ക്ക് ഒരു വിഭാഗത്തിന്റെ മാത്രം ദേവതയായിരിക്കാൻ കഴിയില്ല എന്ന് കവി ഉറപ്പിക്കുന്നു. കായ്കനികൾ തൂങ്ങിക്കിടക്കുന്ന കൊമ്പുകളിൽ ഊഞ്ഞാലാടിയും പുതുനെല്ലുണക്കുന്ന പായയിൽ നൃത്തം ചെയ്തും കഴിയുന്ന ഐശ്വര്യദേവതയ്ക്ക് എങ്ങനെയാണ് ഈ ചെറുവട്ടത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയുന്നത് എന്ന് കവി ചോദിക്കുന്നു. ചെളിയിൽ നിന്ന് മനോഹരമായ താമരപ്പൂവുണ്ടാകുന്നത് പോലെ ഇരുട്ടിൽ കഴിയുന്ന എല്ലാ വീടുകളിലും കണിയൊരുക്കി അതിൽ വിളയാടാൻ ഐശ്വര്യദേവതയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്ന കവിയുടെ പ്രത്യാശയോടുകൂടി കവിത അവസാനിക്കുന്നു. ദാരിദ്ര്യത്തിലും അസമത്വത്തിലും കഴിയുന്ന ഒരു വിഭാഗത്തെ ഒരിക്കലും ഓർക്കാതെ സ്വന്തം ആഹ്ലാദത്തിലും സന്തോഷത്തിലും മാത്രം മുഴുകുന്ന ഒരു സമൂഹത്തെ വിമർശിക്കുകയാണ് കവി ചെയ്യുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ താളത്തോടും അലങ്കാരങ്ങളോടും കൂടി എഴുതപ്പെട്ട കവിതയാണ് വിഷുക്കണി. വളരെ മനോഹരമായ രീതിയിൽ അതിശക്തമായ ആശയങ്ങളാണ് കവി ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ കാലത്തും ഈ കവിതയ്ക്ക് പ്രസക്തിയുണ്ട്. ഇപ്പോഴും ഇരുട്ടിൽ കഴിയുന്ന ഒരു ജനവിഭാഗം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. അവരെ കൈപിടിച്ചുയർത്തേണ്ട എല്ലാവർക്കുമുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സമത്വസുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി. ഈ ആശയം ഉൾപ്പെടുത്തി ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. മാന്യസദസ്സിന് വന്ദനം. ആഘോഷങ്ങളും മാനവികതയും എന്നതാണ് എൻ്റെ വിഷയം. നമ്മുടെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ സംസ്കാരവുമായി ചേർന്നിരിക്കുന്നവയാണ്. നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ കാലാവസ്ഥയുമായും നമ്മുടെ ഭൂപ്രകൃതിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. വിശ്രമത്തിനും ആഹ്ലാദത്തിനുമുള്ള വഴികളാണ് ആഘോഷങ്ങൾ. പങ്കുവയ്ക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇടങ്ങൾ കൂടിയാണ് ആഘോഷവേളകൾ. ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും താൽക്കാലികമാണെങ്കിലും മാറ്റമുണ്ടാക്കാൻ ആഘോഷങ്ങൾക്ക് സാധിക്കുന്നു. ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ആഘോഷങ്ങൾ നമ്മെ സഹായിക്കും. എന്നാൽ ആഘോഷങ്ങളെ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ളവർ ഒരുപോലെയാണോ സമീപിക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. സമ്പത്ത്, ജാതി, മതം, സാമൂഹികമായ സ്ഥാനം ഇവയൊക്കെ ആഘോഷങ്ങളെ സ്വാധീനിക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓണം, വിഷു, ദീപാവലി എന്നിവയൊക്കെ നമ്മുടെ നാട്ടിലെ പ്രധാന ആഘോഷങ്ങളാണ്. ഈ ആഘോഷങ്ങളെല്ലാം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കാം അതിന് കാരണം? സാമൂഹികമായ അസമത്വമാണ് അതിൻ്റെ കാരണമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അസമത്വം ഇല്ലാതാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
എന്നാൽ നമ്മുടെ ഉള്ളിലെ മാനവിക ബോധത്തിന് ഇത്തരം അസംബന്ധങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഉള്ളവൻ ഇല്ലാത്തവനെയും പരിഗണിക്കുമ്പോഴാണ് സമത്വം ആരംഭിക്കുന്നത്. ഇല്ലാത്തവന്റെ വേദന മനസ്സിലാക്കാനും അവനെ ചേർത്ത് നിർത്താനും ആരംഭിക്കുമ്പോൾ ലോകത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സമത്വസുന്ദരമായൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ മേഖലകളിൽപ്പെട്ടവരും ഒന്നിച്ച് ശ്രമിക്കണം. എന്നാൽ മാത്രമേ സമത്വമെന്ന പുഷ്പം ഈ ലോകത്ത് വിരിയിക്കാൻ വളരെ വേഗത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. സമത്വമുണ്ടാകുമ്പോൾ മാത്രമാണ് ആഘോഷം അതിൻ്റെ പൂർണ്ണതയിൽ സന്തോഷത്തോടുകൂടി ആസ്വദിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നത്. മാനവികതയിലൂന്നിയ ചിന്തകളിലൂടെ ഇനി ഓരോ ആഘോഷത്തെയും നമുക്ക് സമീപിക്കാം. എല്ലാവരും ഇതിനുവേണ്ടി ശ്രമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി നമ്മളുടെ പാഠം തീർന്നിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.